അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളും ഈ സിനിമ അല്ലാതെ ഇനിയും പുതിയ സിനിമകളും പുതിയ കഥാപാത്രങ്ങളൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും സന്തോഷം. ഞങ്ങള് സിനിമയുടെ പ്രവർത്തനങ്ങളുമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നാടകക്കാരനായി ജന്മം തുടങ്ങിയവരാണ്. ഇപ്പോഴും നാടകം ചെയ്യുന്ന ആളാണ്. കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ മലയാള സിനിമയുടെ ചരിത്ര വഴികളിലൊക്കെ ഒരുപക്ഷെ ഷാജി കരുൺ സാറിനെ പോലെയുള്ള ആർ സുകുമാരൻ സാറും ഒക്കെ ആയിട്ടുള്ള കുട്ടിസ്രാങ്കായാലും യുഗപുരുഷനായാലും ഇത് നേരത്തെ പറഞ്ഞ ഡാം ട്രിപ്പിൾ നയൻ്റെ സോൺബേഡ് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ളതായിരിക്കും പി ബാലേന്ദ്രൻ്റെ സിനിമ ആയാലും അങ്ങനെ അത്തരത്തിലുള്ള സിനിമകളുടെ കൂടെ എല്ലാം സഞ്ചരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പുതിയ ആളുകൾ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് അത്ര സുപരിചിതരല്ലാത്ത ആശ്രയിക്കാതിരിക്കാം ഒരുപക്ഷെ കുറേ സിനിമകളിൽ കണ്ട മുഖം പക്ഷെ ഇവിടെ വരുന്നു എന്നുള്ള അങ്ങനെയുള്ള ഒരു സിനിമ വരുന്നു എന്നറിയുമ്പോൾ ഞങ്ങളുടെ ഈ വാർത്ത കേട്ടുകൊണ്ട് ഞങ്ങളെയും കൂടെ ചേർത്ത് നിർത്താൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരോടാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. അല്ലെങ്കിൽ ഈ സിനിമ എന്തിന് ചർച്ച ചെയ്യപ്പെടണം? വലിയ നടന്മാരാരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ള സിനിമകളെയും പരിചയപ്പെടുത്താൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സ് ഒരു പക്ഷേ നാളെയും പുതിയ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സിനിമകളുമായി മുന്നോട്ട് വരാൻ അതൊരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രവും അതൊരു ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലേക്കും നമ്മൾ മലയാള സിനിമ ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ സിനിമകൾ ഉണ്ടാവണം. ആ ഇന്ത്യൻ സിനിമകൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെയും ഒരു കാലത്തിലേക്ക് നമ്മുടെ നാട് എത്തിപ്പെടണം. അതിനെത്തിയതിൽ നന്ദി അറിയിക്കുക. അപ്പൊ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കഥയുടെ ഒരു ത്രെഡ് കേട്ടപ്പോൾ എനിക്കും തോന്നി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ നാടകം എന്ന് പറയുന്നത് പണ്ട് മുതലുള്ള ഒരു കലയാണല്ലോ. ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമ തന്നെയാണ്. അത് ചെയ്യപ്പെടട്ടെ. നല്ല നാടകം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാടകത്തിന്റെ ആരാധകരായി മാറും. അത് കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഇവരെപ്പോലത്തെ ആളുകൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇപ്പം ന്യൂജൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. നാടകം പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞു. നാടകത്തിലൊക്കെ 2 മണിക്കൂറത്തെ ഡയലോഗ് ഇടാണ്ട് 100 ഷീറ്റുകളുള്ള ഡയലോഗുകളൊക്കെ ആദ്യമേ ബൈഹാർട്ട് പൊട്ടി തട്ടിക്കേടുന്നത് ബെല്ലടിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ കളിച്ചോളാം. പിന്നെ അത് അങ്ങനെയൊന്നും സിനിമക്കാർക്ക് കഴിയില്ല. നമ്മുടെ സിനിമ ആകെ ഒരു ഫെസ്റ്റിവലിലേക്കാണ് അപേക്ഷിച്ചുള്ളത്. ആ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സിനിമയാണ് ജാഗ്രൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ പ്രദർശിപ്പിച്ചു. വലിയ അഭിപ്രായമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ സിനിമയിൽ ആളുകൾ പലരും പറയും സിനിമ ചെയ്യാൻ വേണ്ടി കാശ് മുടക്കാൻ ചിലപ്പോൾ ആളുകൾ വരും, അതിൽ അഭിനയിക്കാൻ വരും. ഇപ്പം സാജൻ സാറ് ഇതിനകത്ത് പണം മുടക്കിയിട്ട് ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ കാശ് മുടക്കി സിനിമ ചെയ്യാൻ വന്നതാണോ ഇല്ല എന്നുള്ളത് പറയണം. അതാണ് നിങ്ങൾ അത് ആ രീതിയിൽ ഗൗരവമായ രീതിയിൽ ഒരു സിനിമയോ ഡോക്ടർ ബാലേന്ദ്രൻ എന്ന് പറയുന്ന നാടകത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളായി വളരെ മനോഹരമായാണ് അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ വീൽ ചെയറിലിരുന്നുകൊണ്ട് പോലും ഒരു ഫൈറ്റ് വലിയൊരു ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹം പ്രതികരിക്കുകയാണ്. റഫീഖ് എന്തായാലും കുറേ സിനിമകളിലൊക്കെ ഇപ്പോൾ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ സിനിമയുടെ കൂടെ എത്തിപ്പെട്ട നിരവധിയായ ആളുകളുണ്ട്. ഈ സിനിമയ്ക്ക് എത്തിപ്പെട്ട കുറേ നാടകക്കാരുണ്ട്. ഇതിന്റെ പല സീനുകളിലേക്കായി വന്നുപെട്ട അവരോടെല്ലാവരോടും ഈ സിനിമ അവസരം ഒരുപക്ഷെ നമ്മളല്ലെങ്കിൽ മറ്റൊരാളിലൂടെ കിട്ടിയേക്കാം. പക്ഷെ നമ്മളിങ്ങനെ സമീപിക്കപ്പെടുമ്പോൾ ഇങ്ങനെ അതിന് കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി വരുന്ന വലിയ മനസ്സുകളെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ഇപ്പം നേരത്തെ ഇതിൽ ടോൾസ്റ്റോയായിട്ട് അഭിനയിച്ച ഷാനവാസ് ഒരു പക്ഷേ അന്ന് ഈ സിനിമ നടക്കുന്നതിന് മുമ്പ് ഷാനവാസിൻ്റെ ഒരു താവളം, ആലുവയിലൊരു താവളം ഇവിടുത്തെ മലയാള സിനിമയിൽ വലിയ സിനിമകൾ സംഭവിക്കുന്ന ഒരു താവളമാണ് അന്ന്. പല സിനിമകളും വലിയ വലിയ സിനിമകളുടെ ഡിസ്കഷനും സ്ക്രിപ്റ്റുകൾക്കൊക്കെ. അപ്പോൾ ആ ഒരു താവളം ഉണ്ടായതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ സിനിമ ഉണ്ടായത്. അവിടെ പോയി കൂടിയിരിക്കാനും വൈകുന്നേരങ്ങളിൽ കൂടിയിരിക്കാനും എന്നാൽ അവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഒരു സിനിമ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ആ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ തികച്ചും സംഭവിക്കുകയാണ് ഈ നിമിഷവും. ഈ പേര് പോലെ തന്നെ എൻ്റെ ജീവിതത്തെ പോലും വലിയ രീതിയിൽ സ്പർശിച്ച് കടന്നുപോയ ഒരു സിനിമയാണ്. ഞാനൊരു നാടകക്കാരൻ്റെ മകനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് കാണുന്നത് എൻ്റെ വാപ്പയൊക്കെയായിരിക്കും. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ 3-ാം ദിനം ഡ്രമാറ്റിക് ഡെത്ത് മരണപ്പെട്ട ഒരു വാപ്പയുടെ മകനാണ്. അതാണ് ഈ സിനിമ. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. സംഭവിച്ചാണ് ഇത്. അത് തന്നെയല്ല ഇതിനകത്ത് പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ക്രൂവുണ്ട്. ഞാൻ ഇങ്ങനെയും ഈ കലാരംഗത്ത് ആൾക്കാർ ഇത്രയും സിൻസിയറിറ്റി കാണിക്കുന്നു എനിക്കൊരിക്കലും ഞാൻ അങ്ങനെയല്ല കേട്ടത്. ഫിലിം പ്രൊഡക്ഷൻ വരുമ്പം ഏതൊക്കെ രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടാം. പക്ഷെ ഇവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈമിൽ പ്രസൻറ്റേഷൻ എല്ലാവരും ഒരുപോലെ
അങ്ങനെ ഒരു ദിവസം കിട്ടുന്നതിന് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതും. കാരണം ആ ഒരു ദിവസങ്ങൾ പോയത് അത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ടൈം ഇത്ര എമൗണ്ട് ഇത്ര ടൈം ഇന്ന ടൈമിനുള്ളിൽ തീർക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു കമാൻഡിങ് ഇദ്ദേഹത്തിനില്ല. അതോടൊപ്പം ഈ ഇത് കേൾക്കാൻ കൂടെ എന്നിരിക്കുന്നപ്പോൾ മനസ്സിലായി ഇവൻ ആർട്ടിസ്റ്റ് ഗോഡിറ്റിസ്റ്റ് ക്യാമറമാൻ എല്ലാവരും വളരെ സിൻസിയറായിട്ട് ചെയ്തൊരു പടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇറ്റ് വിൽ ബി 100% ഫാമിലി. ഇതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇത് ഇപ്പം നാടകത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ ആക്സിഡൻ്റായിട്ട് എനിക്ക് സൂര്യകൃഷ്ണമൂർത്തിയുടെ ഒരു നാടകം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഞാൻ പറഞ്ഞില്ല പല പ്രോഗ്രാമും പോകുമ്പം അറ്റ്ലീസ്റ്റ് 2 seats എങ്കിലും ഒഴിഞ്ഞു കിടക്കും. ഇവിടെ ഫുൾ അതും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ടൈം ആ പങ്ക്ച്വാലിറ്റി ഇന്ന ടൈം 6:30 PM 6:30 PM സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് പിന്നെ ആൾക്കാർ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ വാങ്ങിച്ച് ഗെറ്റപ്പ് ഉണ്ട്. അത്രയ്ക്ക് പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഒറ്റ സ്റ്റേജിൽ നടന്ന ഡ്രാമ. അത് ഇന്നത്തെ ജനറേഷൻ അറിയത്തില്ല ഇതിൻ്റെ വലിയ ഡ്രാമ. മനസ്സിലായി ഇത്. പക്ഷേ ഇത് ഡ്രാമ റിലേറ്റ് ചെയ്ത് പോകുന്ന സബ്ജക്റ്റാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. നമ്മളെ പിടിച്ചിരുത്തുന്ന സസ്പെൻസ് ഉള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് വന്നേക്കുന്നത്. പക്ഷേ ഡ്രാമാറ്റിക് ഡെത്ത് പ്ലസ് പക്ഷേ കണക്ഷൻ ടു ഡ്രാമ. അതായത് ഒരു ഡയറക്ടർ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും സംഘർഷങ്ങളും ഫാമിലിയിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞു വരുന്ന ഒരു നല്ലൊരു സ്റ്റോറിയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് പറഞ്ഞ പോലെ ഡ്രാമയുടെ വാല്യൂ ഇന്നത്തെ ജനറേഷൻസ് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഡ്രാമ അദ്ദേഹത്തിന്റെ കാണാൻ എനിക്കൊരു എഴുത്തുണ്ട്. അത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം അന്നത്തെ ആ ആൾക്കാരെല്ലാം അദ്ദേഹത്തിന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഒരു ആൾമോസ്റ്റ് 10 years ബാക്ക് ഹാപ്പൻ. അപ്പൊ ഇപ്പം അതുള്ള ഒരു സംഗതി അവിടെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുവാണെങ്കിൽ കലയെ സ്നേഹിക്കുക. അത് ഇപ്പം ത്രിൽസ് എല്ലാം വേണമെന്നില്ല. നല്ല സ്റ്റോറിയാണ് തന്നെ ആൾക്കാരെ പിടിച്ചിട്ട് ഇത് 100% ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ ജനങ്ങളോട് പ്രേക്ഷകരോടുള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഇവിടെ അതിനുള്ള പ്രോത്സാഹനം കൊടുത്ത് ഡ്രാമയിലുള്ളവരെ വിജയിപ്പിച്ചു മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അപേക്ഷമാണ്. എനിക്കും തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സോട് വെച്ചിരിക്കുന്ന ഒരു സിനിമയല്ലേ, അപ്പൊ അതിൻ്റെതായ വിജയം എന്തായാലും സിനിമയ്ക്ക് കിട്ടും. അപ്പൊ അത് കിട്ടട്ടെ. നിങ്ങളത് പറയണം. ജനങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം, തിയേറ്ററിൽ പോയിട്ട് കാണണം. എന്തായാലും പുതിയൊരു അനുഭവമായിരിക്കും. സാധാരണ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായതായിരിക്കും. ഇതൊരു വെറും ബിസിനസ്സിന് വേണ്ടി മാത്രം എഴുതിയുണ്ടാക്കിയ ഒരു സിനിമയല്ല. ഇതൊരു മനസ്സിലുള്ള നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സിനിമ സ്ക്രീനിൽ കാണുന്ന നടീനടന്മാരെക്കാൾ വലുതായിട്ട് ഈ സിനിമ നിർമ്മിക്കപ്പെടുന്ന സാഹചര്യം സിനിമയുടെ ലൊക്കേഷനിൽ പണിയെടുക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അതിലെ ഭൂരിഭാഗം ആളുകളും ഇവിടുത്തെ വൻ ഹിറ്റുകൾ സമ്മാനിക്കുന്ന സിനിമയുടെ പിന്നിൽ ഭാഗമായതാണ്. അത്തരം എക്സ്പീരിയൻസുള്ള ആൾക്കാർ മമ്മൂക്ക പടം ചെയ്യുന്നവരും ഒക്കെയാണ് നമ്മുടെ കൂടെ സിനിമ സഞ്ചരിക്കുന്നത്. ചില ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം നമ്മൾ ആഗ്രഹമുണ്ട് ഞങ്ങളൊരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട്, ആ സിനിമ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. ഞങ്ങൾ മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ചവരാണ്. പല വലിയ സിനിമകളും ദേശീയ അന്തർദേശീയ തലത്തിൽ പോയ സിനിമകളുടെ കൂടെ വരെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ എന്നോടൊപ്പം ഇതിന്റെ കൂടെ സഞ്ചരിച്ചവരാണ്. അപ്പൊ അവരെല്ലാവരും നേരത്തെ സാറ് പറഞ്ഞില്ല അതിന്റെ ടൈം പഞ്ചായത്ത്, അത് സിനിമ അറിയുന്നവർ സിനിമയോടൊപ്പം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത. അപ്പൊ നമുക്ക് മുമ്പിൽ ഇത്ര ദിവസം കൊണ്ട് ഈ സിനിമ തീർന്നാലേ ഈ സിനിമയുടെ ഐഡിയ നടക്കുള്ളൂ. പക്ഷെ ആ സിനിമ അത്ര ദിവസം കൊണ്ട് തീരണമെങ്കിൽ അത്ര വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അത്തരം ആളുകൾ വിയർപ്പൊഴുക്കിയ ഒരു സിനിമ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. അത് വിജയിക്കപ്പെടുന്ന ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. ശരിയാണ്. താങ്ക് യു സോ മച്ച്.